സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഉണ്ടാകുന്ന യാദൃശ്ചികമായ ദുരന്താനുഭവങ്ങൾ മിക്കപ്പോഴും ദുഃഖഭരിതം മാത്രമാണ് ഈ ലോകം എന്ന ഇരുണ്ട വിശ്വാസത്തിലേക്ക് ഒരാളെ എടുത്തെറിയുന്നു. മറിച്ച് സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യജീവിതം എന്ന വിവേകം കൊണ്ട് ആസന്ന ശൂന്യതാബോധത്തിന്റെ ഗർത്തങ്ങൾ മറികടക്കുകയും സ്വയം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു അത്യപൂർവം ചിലർ. കപ്പൽ ഛേദം വന്ന തന്റെ ജീവിതത്തിന്റെ ആതുര സേവനത്തിന്റെ ചിറക് മുളപ്പിക്കുകയും കർമ്മസാഫല്യത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് പറന്നുയരുകയും ചെയ്ത ശ്രീമതി ഉമാപ്രേമൻ ഈ അപൂർവതയെ ഉദാഹരിക്കുന്നു. ഗുരുവായൂരിനടുത്ത് പുന്നത്തൂർ റോഡിലെ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ എന്ന പ്രശസ്തമായ സ്വയം സന്നദ്ധ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയും അമരക്കാരിയുമായ ഉമ വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ വിധി നിയോഗങ്ങളെ തിരുത്തിക്കുറിച്ച തന്റെ ജീവിത പരിണതിയുടെ ഇറകൾ വിടർത്തുകയാണ്. യൗവനാരംഭത്തിലെ വൈധവ്യം പതിരാക്കി തീർക്കുമായിരുന്ന ഒരു അശരണ ജന്മത്തെ ചികിത്സ അനഭിഗമ്യമായി അകാലത്തിൽ ഒടുങ്ങിപ്പോകുമായിരുന്ന ആയിരക്കണക്കിന് സഹജീവികൾക്ക് പ്രാണദായകമാക്കി മാറ്റിയ ഒരു ധീര സാമൂഹ്യ വിപ്ലവത്തിന്റെ കഥ കൂടിയാണ് ഉമാപ്രേമന്റെ ജീവിത കഥ. ശാന്തി എന്ന് പേരിട്ട് തന്നെ നമ്മുടെ മരിച്ചുപോയ പവിയേട്ടനാണ് ഡയറക്ടർ പവിത്രൻ. സമാധാനം ശാന്തിയാണ് അതിന്റെ ഉദ്ദേശം. അത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ വർക്കും. ഏത് രോഗത്തിന് എവിടെ ചികിത്സ കിട്ടും, ആരെയാണ് സമീപിക്കേണ്ടത്, ഒരു ചികിത്സയ്ക്ക് എത്ര രൂപ ചെലവ് വരും, സർക്കാരിൽ നിന്നോ മറ്റുള്ള സന്നദ്ധ സംഘടനയിൽ നിന്നോ ഇതിനു വേണ്ട ധനസഹായം കിട്ടുമോ, പിന്നെ നമ്മൾക്ക് ഏറ്റവും സൗജന്യമായിട്ട് സർജറി ചെയ്തു തരുന്ന അല്ലെങ്കിൽ ചികിത്സ തരുന്ന ആശുപത്രികൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പോൾ പോണ്ടിച്ചേരിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒരു ചികിത്സ സൗജന്യമാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്തരക്കാർ കുറേ ആളുകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി ഹാർട്ട് സർജറി അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. 2000 കാലഘട്ടത്തിൽ ഒരു ഡയാലിസിന് 2500 രൂപയും 3000 രൂപ വരെ ഉണ്ട്. അത് ആഴ്ചയിൽ 2 3 ചെയ്യേണ്ടി വന്നാൽ അയാൾ വേഗം മരിക്കും. ഇതിന് എന്താ കാരണം നോക്കുമ്പോൾ ഈ മിഷനറിക്ക് വിലയുണ്ട്, 5 ലക്ഷം 6 ലക്ഷം ഒക്കെ വിലയുണ്ട്. എപ്പോഴെങ്കിലും 1 2 ചെയ്യുന്നതുകൊണ്ട് ആശുപത്രിക്കാർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നത് മേടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അതിന്റെ കെമിക്കൽസും സൊല്യൂഷനും എല്ലാം കൂടി 350 രൂപയോളം അന്ന് ചെലവുള്ളൂ. അപ്പോൾ ഞാൻ 2 മിഷൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് 350 രൂപയ്ക്ക് ഒരു ഡയാലിസിസ് യൂണിറ്റ് തൃശ്ശൂരിൽ ആദ്യമായിട്ട് തുടങ്ങി. ഇന്ന് 33 മിഷനുണ്ട്, 1500 ഡയാലിസിസ് നടക്കുന്നു. 5 സ്ഥലങ്ങളിലായിട്ട് ഡയാലിസിസ് യൂണിറ്റും 2 മൊബൈൽ ഡയാലിസിസ് യൂണിറ്റും ഉണ്ട്. ഈ മൊബൈൽ ഡയാലിസിസ് എന്ന് പറയുന്നത് കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. അതിൽ തന്നെ ഡയാലിസിസ് മിഷൻ, RO പ്ലാന്റ്, അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. വീട്ടിൽ കൊണ്ടുപോയി പടിക്കലിട്ട് കഴിഞ്ഞാൽ അവരിറങ്ങി അതിൽ കയറിയിരുന്ന ഡയാലിസിസ് ചെയ്യാം. പിന്നെ ഇനി ഫൈനലായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയബറ്റിക് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് സൊസൈറ്റീനെ ബോധവൽക്കരിക്കുക. ഈ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ വരുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. ഈ പ്രമേഹവും രക്താതിസമ്മർദ്ദവും നിരന്തരമായി ശ്രദ്ധിക്കാതെ അതൊക്കെ ഉണ്ടാവും, ഞാൻ എൻ്റെ ജീവിതം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും എന്ന് പറഞ്ഞ് യാതൊരു രീതിയിലും ശരീരത്തിനെ ശ്രദ്ധിക്കാത്ത, അസുഖങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്കാണ് ഈ അസുഖം വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ജനങ്ങളെ ലൈഫ് സ്റ്റൈലിന് മോട്ടിവേറ്റ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ ആവശ്യത്തെക്കുറിച്ച് പറയും. അപ്പൊ അതിന് കുറേ പ്രോഗ്രാം നമ്മൾ കേരളം ഒട്ടാകെ നടന്നു ചെയ്തിട്ടുണ്ട്. പിന്നെ അവയവദാനം, ഈ ഇപ്പോൾ 2000-ലൊക്കെ നമുക്ക് 2000 വരെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കിഡ്നിയൊക്കെ കിട്ടിയിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ എല്ലാവരും രോഗികളാണ്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വീണ്ടും അയാൾ കഷ്ടത്തിലാവുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഈ ഡയാലിസിസിൽ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് വേറെ ഒരു സൊല്യൂഷൻ ഉള്ളത് നാഷണൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു ദിവസം 9 പേര് റോഡ് അപകടത്തിൽപ്പെട്ടിട്ട് തലച്ചോറിന് ക്ഷതം പറ്റുന്നുണ്ട്, മസ്തിഷ്ക മരണം. ആ ആളുകളുടെ അവയവങ്ങൾ ആവശ്യക്കാർക്ക് മാറ്റിവെക്കാനുള്ള ഒരു ബോധവൽക്കരണമാണ് ശിവജി ഗുരുവായൂർ, സുരേന്ദ്രൻ, അങ്ങനെ കുറച്ച് CA, പിന്നെ ശരത് കുമാർ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിന്റെ ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെയാണ്. 4 യൂണിറ്റ് ഫുൾ ഡേ ടൈം, ചിലപ്പോൾ രാത്രിയിലും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 4 യൂണിറ്റിലും കൂടി ദിവസം 8-10 പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഒരു മാസം ഒരു 200-250 രോഗികൾക്ക് ഇതിൻ്റെ സേവനം ലഭിക്കുന്നുണ്ട്. ഡയാലിസിസ് ഫ്രീ ഉണ്ട്, വേറെ എല്ലാ അനുകൂലങ്ങളും ഉണ്ട്. ഞാൻ ഇപ്പോൾ 1 വർഷമായി ഇവിടെ ഡയാലിസിസ് ചെയ്യലെടുത്തിട്ട്. അത് ആഴ്ചയിൽ 2 എണ്ണമാണ്, മാസത്തിൽ 8 എണ്ണം. സാന്തിൻ്റെ ഒരു നല്ല സഹായമാണ്. 1 വർഷമായി ഇപ്പോൾ ചികിത്സയൊക്കെ ഡയാലിസിസ് ഫ്രീ ആണ്.
കുറേ വർഷങ്ങളായിട്ട് ഉമയെയും ഉമ നേതൃത്വം കൊടുക്കുന്ന ശാന്തി ക്ലിനിക്കിനെയും നന്നായിട്ടറിയാം. ഒരുപാട് രോഗികൾക്ക് ഞാൻ മുഖാന്തരം ഉള്ളത് എനിക്കറിയാം, ഞാൻ നേരിട്ട് ബന്ധപ്പെടാത്ത കേസുകളും എനിക്കറിയാം. കുറേയധികം രോഗികൾക്ക് ഒരു ചികിത്സാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നതിനും സഹായിക്കുന്നതിനും, ഒരുപാട് കിഡ്നി പേഷ്യൻസിന് സഹായം എത്തിക്കുന്നതിനും, ഡയാലിസിസ് ആവശ്യമുള്ള ആളുകൾക്ക് അത് കൊടുക്കുന്നതിനും ഒക്കെ തന്നെ ഉമ സഹായിച്ചിട്ടുണ്ട്. പലർക്കും ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ 24 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും, ചിലപ്പോൾ 18 മണിക്കൂറൊക്കെ എന്തായാലും 12 മണിക്കൂർ കുറവ് വർക്ക് ചെയ്യാറില്ല, അതിന് കുറയ്ക്കാറില്ല. 12 മണിക്കൂർ പരമാവധി വർക്ക് ചെയ്യും. ഉമാപ്രേമൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഉമാപ്രേമൻ അധികം പ്രസംഗിക്കാറില്ല, അധികം വേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ ഉമാപ്രേമൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് 24 മണിക്കൂർ വേണമെങ്കിൽ 24 മണിക്കൂറും, അതിൽ അദ്ദേഹം ഉറങ്ങാൻ പോലും കുറച്ച് സമയം കണ്ടെത്തുണ്ടെങ്കിൽ അത് ബാക്കി മുഴുവൻ സമയവും ഈ തൻ്റെ സഹജീവികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം, അത് നമ്മളെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെയൊക്കെ നാണിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ. അർബുദ രോഗികൾക്കും ഹൃദയരോഗികൾക്കും വൃക്കരോഗികൾക്കുമെല്ലാം സൗജന്യമായും അല്ലാതെയും ചികിത്സ നൽകുന്ന ഇന്ത്യയിലെ വിവിധ ആശുപത്രികളിലേക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തിയുടെ സേവന ദൌത്യങ്ങൾക്കിടയിൽ വളരെ യാദൃശ്ചികമായാണ് ഉമാപ്രേമന് സ്വന്തം വൃക്കദാനം ചെയ്യാനുള്ള അവസരമൊരുങ്ങുന്നത്. അതും യാതൊരു പരിചയവുമില്ലാത്ത സെലിൽ എന്നൊരു ചെറുപ്പക്കാരന്. നിയമത്തെയും ഡോക്ടർമാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും അമ്പരപ്പിച്ച ഈ ആത്മത്യാഗത്തിന് അവയവദാനത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒട്ടേറെ തെറ്റിദ്ധാരണകളെയും ആശങ്കകളെയും ദൂരീകരിക്കാൻ ആയിട്ടുണ്ട് എന്ന് ഉമ വിശ്വസിക്കുന്നു. പിന്നീട് ഫാദർ ചിറമലും ഔസേപ്പ് ചിറ്റലപ്പിള്ളിയും പിന്തുടർന്ന സ്വയം സന്നദ്ധതയുടെ സാഹസിക മാതൃകയ്ക്ക് ഇത് തുടക്കം കുറിക്കുകയും ചെയ്തു. അത് അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് ലൈഫിലെ ആംബിഷനൊന്നും അല്ല. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു, എൻ്റെ അടുത്തൊരു ആ പയ്യൻ വന്നിരിക്കുന്നു. ഞങ്ങൾ കാഷ്വലായിട്ട്, ഞാൻ പേരെന്താ ചോദിച്ചു, കോയമ്പത്തൂരാണ്. അപ്പം ഞാൻ പേര് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു സലീലാണ്. ശരി. അപ്പം ഞാൻ എന്താ ഇവിടെ ആശുപത്രിയിൽ? അപ്പം പറഞ്ഞു ഡയാലിസിസ് ചെയ്യാണ്. അപ്പം നമ്മൾ ഡയാലിസിസ് ചെയ്യാന്ന് കേട്ടപ്പോൾ പറഞ്ഞു ഡയാലിസിസ് ചെയ്താലൊന്നും കിഡ്നി ഫെയിലിയറിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, കിഡ്നി മാറ്റി വയ്ക്കാണ് നല്ലത്. അച്ഛനും അമ്മേനും കൊണ്ടുപോയോ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി വെച്ച് തരാം. നമ്മുടെ പ്രവർത്തനം ഞാൻ തുടങ്ങിയതാണ്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊരു ചെറിയ വിഷമം. അച്ഛനും അമ്മയും മരിച്ചുപോയത് നമുക്കറിയില്ലല്ലോ. അപ്പം പറഞ്ഞു ഇല്ല, അമ്മയും അച്ഛനൊക്കെ ഇല്ല. പിന്നെ ഇനി എന്താ പറയുക, ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് നമ്മൾ, എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറയാൻ പറ്റും? വെറുതെ ഇരുന്നിരുന്ന ഒരാളെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു